മലർവാടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് SH കോളേജിൽ പോയ സമയത്ത് കൺട്രോൾ വിട്ടുപോയി. പക്ഷെ എന്താണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു നിവിൻ പോളി? നിവിനെ കാണാൻ പറ്റും. ഞാൻ വിശാഖിനെ നേരിട്ട് കാണുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് ശ്രീ വിശാഖ് തിയേറ്ററിൽ തട്ടം കാണാൻ പോയപ്പോഴാണ്. ധ്യാനിന് കുറേ എക്സ്പീരിയൻസ് ആയല്ലോ. പടങ്ങൾ എങ്ങനെ തന്നെ ആണെങ്കിലും ഇപ്പം അധികം നമ്മളെ ആക്ടേഴ്സിൻ്റെ അടുത്ത് കണ്ടമാനം പറഞ്ഞ് ഡയറക്ടറാന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും പണി അറിയാം. 2 ക്യാമിലാണ്. ഫസ്റ്റ് ഹാഫ് അലക്സയിലും സെക്കൻഡ് ഹാഫ് സോണി വെനസിലുമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെയും ലുക്ക് ആൻഡ് ഫീല് മാറും. കുറേ കാര്യങ്ങൾ ഇന്നസെൻ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുകേഷ് അങ്കിളുടെ പകുതി കഥ മുകേഷ് അങ്കിളിൻ്റെ കഥയാണ്. പക്ഷെ രസമുള്ള കുറേ ഇൻസിഡൻസ് ഇവരൊക്കെ പറഞ്ഞ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ എടുത്തു എന്നല്ല. പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു റീയൂണിയൻ, ഏപ്രിൽ 11 നമ്മളെല്ലാവരും ആഘോഷിക്കാൻ പോകുന്ന ഒരു റീയൂണിയൻ. വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാൻ വേണ്ടി വിനീത് ശ്രീനിവാസൻ ആൻഡ് വിശാഖ് സുബ്രഹ്മണ്യം രണ്ടുപേർക്കും വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ നിങ്ങൾ പരിചയപ്പെടുന്ന ഈ തട്ടത്തിൻ്റെ തലേദിവസമാണെന്ന് പറയുന്നത് ശരിയാണ്? തട്ടത്തിൻ റിലീസിന്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ ഫോൺ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിയേറ്ററിൽ നമ്മൾ പടം വെച്ച സമയത്ത്. പിന്നെ വിനീത് ഇതേപോലെ തിയേറ്റർ വിസിറ്റ്, പടം ബ്ലോക്ക് ബസ്റ്റർ ആയപ്പം ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് തിയേറ്റർ വിസിറ്റ് നടത്തി. അന്ന് തുടങ്ങിയപ്പോ ഇപ്പൊ വരെ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ എന്തായിരുന്നു വിശാഖ് സുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ? അല്ല, ഞാൻ വിശാഖിനെ നേരിട്ട് കാണുന്നത് ഞാൻ ട്രിവാൻഡ്രത്ത് ശ്രീ വിശാഖ് തിയേറ്ററിൽ തട്ടം കാണാൻ പോയപ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഫോണിൽ സംസാരിച്ച് അന്നൊക്കെ വൈഡ് റിലീസ് ഇല്ലല്ലോ. ആകെ കൂടെ 60 തട്ടം ഫസ്റ്റ് വീക്ക് എനിക്ക് തോന്നുന്നു 37 സെന്റേഴ്സിലാണ് റിലീസ്. പിന്നെ ഡബിളായി, സെക്കൻഡ് വീക്കിൽ ഡബിളായി. അപ്പോൾ 37 സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ ആ 37 തിയേറ്റർ ഓണേഴ്സ്, 37 സെന്റേഴ്സിലുള്ള കുറേ തിയേറ്റർ ഓണേഴ്സുമായിട്ട് നമുക്ക് നേരിട്ട്, അവർക്കും ഈ ഒരുപാട് വൈഡ് റിലീസ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും പടം ഭയങ്കര പേഴ്സണലാണ്. അപ്പൊ അവര് ഓൾ ദി ബെസ്റ്റ് അയക്കും. അന്ന് എല്ലാവരുമായിട്ടും പരിചയമുണ്ട്. അങ്ങനെ ഞാൻ വിശാഖിനെയും അന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അങ്ങനെ വിശാഖ വിളിച്ചിട്ട് ആണ് ഞാൻ തിയേറ്റർ വിസിറ്റിന് ട്രിവാൻഡ്രത്ത് പോയത്. അതൊരു ഭയങ്കര രസമുള്ളൊരു ഷോ ആയിരുന്നു. തട്ടത്തിന്റെ ആ ട്രിവാൻഡ്രം ക്രൗഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരങ്ങനെ ആസ്വദിച്ച് കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു ഭയങ്കര ഹാപ്പി മൊമെന്റിലാണ് ഞാൻ വിശാഖും മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഓവർ ദി ഇയേഴ്സ് നമ്മുടെ കുറേ സിനിമകൾ ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. നമ്പർ ഓഫ് ഡേയ്സ് ഏറ്റവും കൂടുതൽ. അത് പല സിനിമയും വിശാഖിന്റെ തിയേറ്ററിലായിരുന്നു. തട്ടം 125 ഡേയ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. ജേക്കബ് എനിക്ക് തോന്നുന്നു 100 ഡേയ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമുക്ക് ആ റണ്ണില്ലല്ലോ. OTT വരുന്നതുകൊണ്ട് 30 ഡേയ്സ് കഴിഞ്ഞ പടം തിയേറ്ററിൽ നിന്ന് പോവല്ലേ. അപ്പൊ അതൊരു ആ കാലം നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഞാൻ വിശാഖും നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് പറയും എൻ്റെ അടുത്ത്. എന്താണ് പടം? അതായത് പിന്നീട് ഞാൻ അഭിനയിക്കുന്ന സിനിമകളാണെങ്കിലും വിശാഖ് കറക്റ്റായിട്ട് ഫസ്റ്റ് ഡേ വിളിച്ചിട്ട് പറയും, എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും. ചില പടമൊക്കെ കണ്ട ഉടനെ ഇങ്ങനെ ഈ സിനിമ നന്നായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. കുഞ്ഞിരാമായണൊക്കെ കണ്ട ഉടനെ ഫോട്ടോ ഒക്കെ അതിനല്ല ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. കുഞ്ഞിരാമായണം ഇറങ്ങിയ ഉടനെ വിശാഖ് വിളിച്ചിട്ട് പറഞ്ഞു പടം ഹിറ്റായിരിക്കും. അങ്ങനെ ചില പടങ്ങളാകുമ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അരവിന്ദന്റെ അതികള് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡേ പറഞ്ഞു ഇത് പിക്ക് ചെയ്ത് വരും, പടം സെക്കൻഡ് വീക്കിലൊക്കെ നല്ല ആള് വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് ഇപ്പോ വർഷങ്ങൾക്ക് ഈ മിസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ അന്ന് പറഞ്ഞായിരുന്നു എനിക്ക് സെക്കൻഡ് ഹാഫ് ശരിക്കും ഫിലിം ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഹാഫ് ഫിലിം ഷൂട്ട് ചെയ്ത കൊള്ളാമെന്ന് ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ ഈ ഒരു ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ ഈ കഥ പറയുന്ന സാഹചര്യത്തോട് ഭയങ്കര അധികം ക്ലോസ് ആണല്ലോ ഈ ഫിലിം ക്യാമറയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം. അത് മാത്രമാണോ മോർ ഓവർ എന്തായിരുന്നു ആ ഒരു തോട്ട് വരാനുള്ള കാരണം? ശരിക്കും ഫസ്റ്റ് ഹാഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഫിലിമിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിലാണ് ഫസ്റ്റ് ഹാഫ് കൂടുതലും ഷൂട്ട് ചെയ്ത്. അപ്പൊ നമുക്ക് പ്രോപ്പർ ലൈറ്റ് ചെയ്തിട്ട് ചെയ്ത് പോകാനും പറ്റും. അപ്പോൾ ഫിലിം ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് ഭയങ്കര രസമായിട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഫിലിമിൽ ക്യാപ്ചർ ആവുന്നത് എപ്പോഴും ഒരു ചെറിയ
ഗ്രെയിനും അതിൻ്റെ ഒരു ഡെപ്തും വ്യത്യാസം ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഫിലിമിൽ. അപ്പോൾ അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കളറിസ്റ്റ് ഷ്രിക് വാര്യർ എന്ന് പറഞ്ഞിട്ട് ഷ്രിക്കാണ് ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷ്രിക്കും നമ്മുടെ സിനിമാറ്റോഗ്രാഫറും കൂടെ ഇരുന്നിട്ട് ടീസറിൻ്റെ ഫസ്റ്റ് സാധനം എനിക്ക് അയച്ചു തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചത്, ആ പഴയ ലുക്ക് ആഗ്രഹിച്ചത്, അവർ അതുപോലെ പ്രൊഡ്യൂസ് ചെയ്തു. അവർ ചെറുതായിട്ട് ഗ്രെയിൻസ് ആഡ് ചെയ്തു ഫസ്റ്റ് ഹാഫിന് വേണ്ടിയിട്ട് മാത്രം. ഒരു ചെറിയൊരു ഫിലിം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ കളർ ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഓക്കെ, ഡിജിറ്റലിൽ ആണെങ്കിലും അലക്സയാണ്, ആരിയാണ്. ആരി കുറച്ചുകൂടെ ക്ലോസർ ടു, അവർ ഫിലിമിൻ്റെ ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ അവരുടെ ലുക്ക് അതാണ്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് പ്യോർലി ഇന്നത്തെ ഒരു ലുക്ക് ആൻഡ് ഫീൽ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ സോണി വെനിസിലാണ് സെക്കൻഡ് ഹാഫ് ഷൂട്ട് ചെയ്തത്. രണ്ട് ക്യാമിലാണ്. ഫസ്റ്റ് ഹാഫ് അലക്സയിലും സെക്കൻഡ് ഹാഫ് സോണി വെനിസിലുമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെയും ലുക്ക് ആൻഡ് ഫീല് മാറും പടത്തിൻ്റെ. അതും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നാൽ ഈ കോസ്റ്റ്യൂമിൻ്റെ പിക്കിലും കാര്യത്തിലൊക്കെ നമ്മളൊരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്തതുകൊണ്ട് പടത്തിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ മാറിയാലും ഒരു പടം മൊത്തത്തിൽ കാണുമ്പോൾ ടോട്ടാലിറ്റിയിൽ ഒറ്റ സിനിമയായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഈ റീബ്രാൻഡിങ്ങുകളുടെയും റീഇൻട്രൊഡക്ഷനുകളുടെ ഒക്കെ കാലമാണല്ലോ. ഈ ഷാൻ റഹ്മാൻ റീഇൻട്രൊഡക്ഷൻ ആരുടെ ആയിരുന്നു ശരിക്കും? ഞങ്ങൾ ആക്ച്വലി റീഇൻട്രൊഡ്യൂസിങ് ഷാൻ റഹ്മാൻ എന്ന് വെക്കാന്നാ വിചാരിച്ചത്. അപ്പൊ തൊട്ടു മുമ്പ് ആവേശത്തിന്റെ ടീച്ചർ വന്നപ്പോ അവര് റീഇൻട്രൊഡ്യൂസിങ് ഫഫ എന്ന് ഇട്ടു. അപ്പൊ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന മോശമല്ലേ. അപ്പൊ എന്താണ് ഇങ്ങനെ എല്ലാരും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഷാന്റെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ബ്രാൻഡിലാണല്ലോ ആൾക്കാർ അറിയുന്നത്. അപ്പൊ അങ്ങനെയാണ് റീബ്രാൻഡിങ് നിട്ടാലോ, അങ്ങനെയാണ് ആ ഐഡിയ വന്നത്. ഈ ഫസ്റ്റ് കഥകളെല്ലാം കേൾക്കുന്നത് ഷാനിക്കയാണെന്നുള്ളൊരു തോട്ടുണ്ട്. ഇപ്പൊ മലർവാടിയുടെ ഫസ്റ്റ് തോട്ട് കേൾക്കുന്നതും ഷാനിക്കാണല്ലോ. ഈ എത്രമാത്രം ക്രിട്ടിക്കാ ഈ ബേസിനെ പോലെയാണോ ഷാനിക്ക്? അല്ല, അവൻ ഭയങ്കര ആസ്വദിച്ച് കഥ കേൾക്കുന്ന ആളാ. ക്രിറ്റിസിസം വേണമെങ്കിൽ ഷാൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. ഷാൻ്റെ അടുത്ത് നമുക്ക് എന്താണ് ഓഡിയൻസിന് വർക്കാവുക എന്നുള്ളത് പെട്ടെന്ന് ഷാനോട് പറഞ്ഞാൽ, ഇപ്പൊ ഹ്യൂമർ ഒക്കെ ഉണ്ടെങ്കിൽ ഷാൻ ചിരിച്ച ഓഡിയൻസ് ചിരിക്കും എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടും. പക്ഷെ പടത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അവൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കേൾക്കുന്ന ആളാണ്. അപ്പോൾ പോസിറ്റീവ് ആസ്പെക്ട് ആണ് അവൻ കൂടുതലും എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ നെഗറ്റീവും കൂടെ നോട്ട് ചെയ്യുന്ന ആൾക്കാർ വേണമല്ലോ, എന്നാലേ ക്രിറ്റിസിസം നമുക്ക് മനസ്സിലാവുള്ളൂ. വിശാഖൻ എങ്ങനെയാ ഈ ഒരു കാര്യത്തില് സ്റ്റോറീസിന്റെ? ഇല്ല, ഇപ്പം നമ്മുടെ വർഷം ശേഷമാണെങ്കിലും ഇപ്പൊ ഞാൻ ഫസ്റ്റ് കഥ കേട്ടിട്ടുള്ളത് ലവ് ആക്ഷൻ ഡ്രാമയാണ്. അത് ഭയങ്കര ഹ്യൂമർ ആസ്വദിച്ചാണ് ഞാൻ കേട്ടിട്ടുള്ളത്. രണ്ടാമത്തെ ഹൃദയം, മൂന്നാമത്തെ വർഷം ശേഷം. ഈ മൂന്ന് സ്ക്രിപ്റ്റ് ആക്ച്വലി എനിക്കത് കേട്ടപ്പോഴേ വർക്കായ സംഭവങ്ങളാണ്. അപ്പം വിശാഖ് പടം കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയും. അപ്പൊ പടം ഇപ്പോ മിക്സിംഗ് തിയേറ്ററിന് പടം കണ്ടു കഴിഞ്ഞിട്ട് വിശാഖ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു സീൻ മാത്രം എന്നോട് ഇങ്ങനെ ചോദിച്ചു, അതായത് നമുക്കൊന്ന് ട്രിം ചെയ്താൽ ഒരു ചെറിയൊരു സാധനം എന്ന് പറഞ്ഞിട്ട് മടിച്ചാ പറഞ്ഞു. പക്ഷെ വിശാഖ് പറയുമ്പോൾ വിശാഖ് തിയേറ്ററിന് എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സാധനം വിശാഖ് പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ആലോചിച്ചപ്പോൾ അതില്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ആ സീൻ കടന്നു പോകുമെന്ന് തോന്നി. അടുത്ത ദിവസം തന്നെ നമ്മളത് ട്രിം ചെയ്തു. ആ ഒരു പോർഷൻ മാത്രം ട്രിം ചെയ്തു. ഈ വർഷത്തെ ഫസ്റ്റ് അനൗൺസ്മെന്റ് വന്നപ്പോൾ ഒരു മീം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഈ മീം കണ്ടിട്ടുണ്ടായിരുന്നു? ഇത് ആ സമയത്ത് കണ്ടിട്ടുണ്ട്. അതെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ പാട്ട് വന്നപ്പോഴാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ഓരോ ടീസറും ഗ്ലിംസ് ഒക്കെ വന്നപ്പോഴാണെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോളി ഉണ്ടല്ലോ. ഈ ലവ് ആക്ഷൻ ഡ്രാമയില് അല്ലെങ്കിൽ തട്ടത്തില് അല്ലെങ്കിൽ വടക്കൻ സെൽഫിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഔട്ട് ആൻഡ് ഔട്ട് നിവിൻ പോളി. പക്ഷെ എന്താണ് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു നിവിൻ പോളി? നിവിനെ കാണാൻ പറ്റും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. സസ്പെൻസ് ആണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിവിനെ കാണാൻ പറ്റും. അതെ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നിവിനെ കാണാൻ പറ്റും. ഇപ്പോഴും സജഷൻ നിൽക്കാൻ ഇഷ്ടമാണോ? റോള് ചെയ്യുമ്പോഴത്തേക്കും സജഷൻ നിൽക്കാൻ ഇഷ്ടമാണോ? ക്യാമറ പുറകിന്ന് ഞാൻ അടുത്ത് നിന്നിട്ട് ആക്ടേഴ്സിന്റെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് TV മോണിറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല ഞാൻ അജിൻ. അത് കാരണം ഇവരൊരു കൂടുണ്ടാക്കിയിട്ട് അത് ദൂരെ മാറി വെക്കും. കാരണം ഈ സാധനം മൊത്തം വെക്കണമെങ്കിൽ ഒരു സ്പേസ് വേണമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയുള്ള മോണിറ്ററാണ് എൻ്റെ കയ്യിലുണ്ടാകുക. അതാകുമ്പോൾ എനിക്ക് അടുത്ത് പോയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ആക്ടേഴ്സുമായിട്ട് അപ് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ
അതിപ്പോഴും അങ്ങനെ തന്നെ. അതെ. ശരിക്കും ഈ പറയാനിട്ടുണ്ട് നിവിനും അല്ലെങ്കിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. കാരണം സ്പോണ്ടേനിയസ് റിയാക്ഷൻ കൊണ്ട് നമ്മളെ ചിരിപ്പിച്ച് കളയാന്നുള്ളത്. ശരിക്കും അങ്ങനെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിവിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഷോർട്ട് ലൈനിൽ നിൽക്കുമ്പോഴത്തേക്കും? കുറെ നിവിനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നിവിനാണ് ആദ്യം ചിരിക്കുക. നമ്മളൊക്കെ പിന്നെ പിടിച്ചു നിൽക്കും, നിവിൻ ആദ്യം ചിരിക്കും. ഇതില് പക്ഷെ അങ്ങനെ ചിരിച്ചിട്ട് കുറെ സമയം വേസ്റ്റ് ആയിട്ടില്ല. നിവിനും ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് അതങ്ങ് ചെയ്തു. ഇവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മള് ഷൂട്ട് ചെയ്തത്. പ്രണവിന് നിൽക്കുമ്പോ എങ്ങനെയാ ശരിക്കും ആ ഒരു ഫീൽ എന്താ? കാരണം സെക്കൻഡ് ഫിലിം ആണല്ലോ, അപ്പൊ കുറച്ചുകൂടെ പ്രണവ് എന്നൊരു ആക്ടറിന് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു സ്റ്റേജും കൂടെ ആണല്ലോ. ടൈലർ മെയ്ഡ് ആണോ ശരിക്കും പ്രണവിനെ ധ്യാൻ മനസ്സിൽ കണ്ടുകൊണ്ട്? ഇവര് മൂന്നുപേരും, അപ്പോ ധ്യാൻ, നിവിൻ, ഇവര് മൂന്നുപേരും ടൈലർ മെയ്ഡ് ആണ്. പ്രണവ് നിൽക്കുമ്പോ എങ്ങനെയാ റിയാക്ഷൻ വരിക ശരിക്കും? എന്താ ഫീൽ ചെയ്യാ? കണ്ണ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ചെറിയ കാര്യം. അപ്പം എനിക്ക് ഇപ്പോൾ ചെറിയ മോണിറ്ററിൽ കാണുമ്പോൾ ഈ കണ്ണെന്ന് പറയുന്നത് ബിഗ് സ്ക്രീനിലോട്ട് പോകുന്തോറും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാധനം ഇങ്ങനെ കയറി വരും. ചെറിയ മോണിറ്ററിൽ കാണുമ്പോൾ നമുക്കൊരു ചെറിയ ഇമ്പാക്റ്റ് തോന്നുക. ബിഗ് സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമുക്കത് ഭയങ്കര മൾട്ടിപ്ലൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അപ്പുവിൻ്റെ കേസിൽ എനിക്ക് അതാ തോന്നിയിട്ടില്ല. അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ട്രസ്റ്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരുപാടൊന്നും പറയണ്ട, ഭയങ്കര ബ്രീഫിങ്ങിൻ്റെ ആവശ്യമില്ല. ആൾ ഓൾറെഡി സ്ക്രിപ്റ്റ് ഫുൾ പഠിച്ചിട്ട് സ്റ്റഡിയിലാണ്. അപ്പം ബാക്കിയുള്ളവരുടെ ഡയലോഗ്സ് അടക്കം അവനറിയാം. അപ്പോൾ അധികമൊന്നും പറയേണ്ട കാര്യമില്ല. 2 നറേഷൻ ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ ഒരുമിച്ചിരുന്നിട്ട് 3 നറേഷൻ, 3 നറേഷൻ ഉണ്ടായിരുന്നു. ഹൃദയം എത്ര നറേഷൻ ഉണ്ടായിരുന്നു? കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്ക്രിപ്റ്റ് വായിച്ച് കുറെ ഉണ്ടായിരുന്നു. ഇതില് സോളിഡ് ആയിട്ട് 3 നറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവനെല്ലാം അറിയാം. ഞാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറൊന്നുമില്ല. ഇന്റർവൽ ബ്ലോക്കിന്റെ ഒരു സീക്വൻസിൽ മാത്രം ചെറിയ കറക്ഷൻസ്, ഒരു 4-5 തവണ ഞാൻ കറക്ഷൻ പറഞ്ഞത് അതായിരിക്കും. അതെനിക്കൊരു പർട്ടിക്കുലർ റിയാക്ഷൻ വേണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ വീണ്ടും എടുത്തോണ്ടിരുന്നു. അതർവൈസ് ബാക്കിയെല്ലാം. ധ്യാനം നിൽക്കുമ്പോ എങ്ങനെയാ ശരിക്കും ഫീൽ ചെയ്യാ? ഇത് ധ്യാനിന് കുറെ എക്സ്പീരിയൻസ് ആയല്ലോ. പടങ്ങൾ എങ്ങനെ തന്നെ ആണെങ്കിലും കുറെ അഭിനയിച്ച് ശീലമായല്ലോ. ലാസ്റ്റ് 3 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുണ്ടാവുക ധ്യാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേപോലെയാണ്, കൂടുതൽ പറയണ്ട, ബോഡി ലാംഗ്വേജ് ഒക്കെ അവൻ തന്നെ പിടിച്ചോളും. അപ്പോ നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പോ ലാസ്റ്റ് വന്ന ട്രെയിലറിലുണ്ടല്ലോ, ഫസ്റ്റ് ഹാഫിലുള്ള എനർജിയിലല്ല പിന്നീട് ലേറ്റർ ഏജിൽ വരുന്ന സമയത്ത് പെർഫോം ചെയ്തിട്ടുള്ള. അതൊന്നും അവനോട് ഞാൻ പറഞ്ഞതല്ല, അവനറിയാം. അപ്പോൾ അങ്ങനെ മെയിനായിട്ട് ഇപ്പൊ അധികം നമ്മൾ ആക്ടേഴ്സിന്റെ അടുത്ത് കണ്ടമാനം പറഞ്ഞ് ഡയറക്ടറാന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും പണി അറിയാം. ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ശരിക്കും ആരുടെ ഐഡിയ ആയിരുന്നു? നിങ്ങൾ ഫസ്റ്റ് തോട്ടിലായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു? ധ്യാൻ കുറച്ച് ഡെഫിനറ്റ്ലി അത് ആദ്യം തൊട്ടേ എഴുതുന്നതിന് മുമ്പ് തന്നെ ധ്യാനം മെലിഞ്ഞ് പഴയ പോലെ ആവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്ന. കേരളത്തിലുള്ള പോർഷൻസിലെല്ലാം നല്ല മെലിഞ്ഞിരിക്കണം. മദ്രാസിലേക്ക് വരുമ്പോൾ ഇച്ചിരി ഒന്ന് ഒരു ഹെൽത്തി തടി എന്നുള്ള രീതിയിൽ വേണം. സെക്കൻഡ് ഹാഫിൽ എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അവൻ ഷൂട്ടിന് ജോയിൻ ചെയ്ത സമയത്ത് ഒരു ഹെൽത്തി ഫിസിക്കലായിരുന്നു. ഒരു 21 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ 10ാം ക്ലാസ്സുകാരനായിട്ട് നമ്മൾ ചീക്ക് കുറയണമെന്ന് പറഞ്ഞു. പിന്നെ കഴുത്ത് കുറച്ചുകൂടെ ശരിക്കും കുറച്ചാണ്. ശരിക്കും ഇതായതാണോ ഒട്ടി? നമ്മളൊന്നും ചെയ്തില്ല. ഇതിന്റെ ഇപ്പോ സ്കിന്ന് ശ്രദ്ധിച്ച് അജയന് മനസ്സിലാവും. ധ്യാന്റെ മദ്രാസിലേക്ക് വന്നിട്ടുള്ള പോർഷനിലുള്ള ധ്യാന്റെ സ്കിന്നിനേക്കാളും തെളിഞ്ഞിരിപ്പുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ആദ്യം വന്ന ടീസറിലുള്ള സ്കിന്നും പിന്നെ ട്രെയിലറിലുള്ള സ്കിന്നും നോക്കിയാൽ മതി, ശരിക്കും ആ വ്യത്യാസം അറിയാൻ പറ്റും. അത് അവന്റെ ഡയറ്റും കാര്യമൊക്കെ ചെയ്ത് അങ്ങനെ പിടിച്ചോണ്ടാണ്. സെറ്റില് ബിരിയാണി ആ സമയത്തൊന്നും കഴിക്കൂല. സെക്കൻഡ് ഹാഫ് പിന്നെ കൈവിട്ട കളിയായിരുന്നു. ബിരിയാണിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണല്ലോ ശരിക്കും. ഈ സ്ട്രെസ് വന്ന ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞാൽ ആരാ? വിനീതേട്ടൻ. എന്റെ കാര്യമാണോ ചോദിച്ചോ? എനിക്ക് കഴിക്കുന്നത് ഞാൻ പുറകിലല്ലേ. അല്ല, ഒരു മോട്ടിവേഷൻ ഫാക്ടർ വരുമല്ലോ നമുക്ക്. ധ്യാനം ചെയ്യുന്നു, അപ്പൊ നമുക്കും ചെയ്യാന്നുള്ളൊരു. എനിക്കങ്ങനെ
ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഇറ്റ്സ് ലൈക്ക് പെട്ടെന്ന് ആൻസർ പറയാം. എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ള ഒരു ഐഡിയ വന്നത് ദിൽ ചാത്ത ഹേ ഡയറക്ടർ ബൈ ഫർഹാൻ അക്തർ കണ്ടിട്ടാണ്. അതെ, അതന്ന് സ്റ്റുഡിയോ 5 എന്ന് പറയുന്ന തിയേറ്ററിലാണ് ഞാനത് കാണുന്നത്, ചെന്നൈയിൽ. സ്റ്റുഡിയോ 5 ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ഇതെങ്ങനെയാ അന്ന് സിംഗ് സൗണ്ടിലായി സിനിമ ചെയ്തതെന്നോ ഇലക്ട്രോണിക് മ്യൂസിക് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്തോ ഒരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, പെർഫോമൻസിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, മൊത്തം ആർട്ടിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, സിനിമാറ്റോഗ്രഫിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ആലോചിച്ചത്. ഇരുവറിന്റെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും അവിടെ ഉണ്ടായിരുന്നു, മെറിലാൻഡിലെ ഷൂട്ട് ചെയ്തിരുന്നു. ശരിക്കും അന്ന് ഈ സംഭവമൊക്കെ അറിഞ്ഞത് എന്താ ഷൂട്ട് ചെയ്യണ ആ ഒരു തോട്ട് ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് അങ്ങനെ ഷൂട്ടിംഗ് ആണ് അന്ന് ഐശ്വര്യ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ലാൽ ചേട്ടന്റെ പേരും പറഞ്ഞിട്ട് ഐശ്വര്യ കാണാൻ പോയതാ. അങ്ങനെ ഒരു ഭയങ്കര കൗതുകമായിരുന്നു ഐശ്വര്യനെ കണ്ടോണ്ടിരുന്നപ്പോ. അതായിരുന്നു ഇരുവറിലെ ഷൂട്ടിങ്. അല്ലാതെ ഇരുവറിലെ അന്ന് ഭയങ്കര ഏജ് നമുക്കെല്ലാം ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അന്ന് ഷൂട്ടിങ് അല്ലെങ്കിൽ ഇതിന്റെ, പക്ഷെ ഇപ്പം ഇരുവർ കാണുമ്പോൾ ഇതായിരുന്നല്ലേ മെർലാൻഡിലെ, ഇതാണ് അവിടുത്തെ ഒരു ഐക്കോണിക് ഷോട്ട്സ് അവിടെ ഷൂട്ട് ചെയ്യുന്ന ആലോചിക്കുമ്പോ ഭയങ്കര അന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പൊ കാണുമ്പോ അതൊരു ഭയങ്കര. ഈ വിനീത് ധ്യാൻ എന്ന പേര് ശ്രീ സാറിന് ശരിക്കും ഹോക്കി പ്ലേയേഴ്സിനോട് ഭയങ്കര ഫാസിനേഷൻ തോന്നിയിട്ട് വന്നതാണ്. അതെ, നിന്റെ റിസർച്ച് ഒരു രക്ഷയില്ല. ശരിയാണോ? അതെ അതെ, അത് വിനീത് കുമാർ എന്ന് പറയുന്ന ഒരു ഹോക്കി പ്ലെയർ ഉണ്ടായിരുന്നു. പിന്നെ ധ്യാൻചന്ദ് ആണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് ഹോക്കി പ്ലേയേഴ്സ്, അച്ഛനും കൊണ്ട് ഹോക്കി ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് പേരുകൾ. ഈ പറഞ്ഞ പോലെ അന്ന് ഇപ്പൊ ഈ തട്ടത്തിമറയത്തിലെ വിനോദിന്റെ സെലിബ്രേഷൻ ഷാൻ റഹ്മാന്റെ മലർവാടി ആർട്സ് ക്ലബിന്റെ സെലിബ്രേഷൻ ഇൻസ്പയർഡ് ആണ്. മറ്റേ സ്റ്റേജിൽ കയറിയിട്ട് യാന്ന് പറഞ്ഞില്ലേ, ഏകദേശം. അതെ, അത് ഷാൻ മലർവാടി ഇറങ്ങിക്കഴിഞ്ഞിട്ട് SH കോളേജിൽ പോയ സമയത്ത് കൺട്രോൾ വിട്ടുപോയി. മറ്റേ സ്റ്റേജിൽ കയറിയിട്ട് പ്രകടനമായിരുന്നു. ഞാൻ പുറകിന്ന് ചോദിച്ചു, നീ ആരുടെ അണ്ടർടേക്കർ? ഈ ജൂലൈ 5 എന്ന് പറഞ്ഞ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. അതെ, സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങിയ ദിവസം. പിന്നെ എനിക്ക് തട്ടം ആക്ച്വലി ജൂലൈ 6 ഇറങ്ങിയത്. പിന്നെ കുറേ ഞാൻ സിനിമ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതെല്ലാം ഈ ജൂലൈ 5, ജൂലൈ 6, ജൂലൈ 7 അത് കുറെ വന്നിട്ടുണ്ട്. ജൂലൈ ഭയങ്കര ലക്കി ഡേറ്റ് ആയിരുന്നു മൊത്തത്തില്. ഈ വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിച്ച പോയിന്റ് കാസ്റ്റിംഗ് മ്യൂസിക് ഏതായിരുന്നു? ഇല്ല, കൺഫ്യൂസ് ചെയ്യിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമുക്ക് ആക്ടേഴ്സിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും എല്ലാവരും ചെയ്യാന്ന് സമ്മതിച്ചു. അതിൽ പിന്നെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മ്യൂസിക്കും ഞാൻ അന്വേഷിച്ചു പോയതൊന്നുമല്ല. അമൃതിനെ എങ്ങനെ പരിചയപ്പോ? എനിക്ക് പാട്ടുകൾ കേട്ടിട്ട് ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ വീട്ടിലേക്ക് വന്ന് സംസാരിച്ച് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ എനിക്ക് നല്ല വൈബുള്ള ഒരാളായിട്ട് തോന്നി. പിന്നെ പാട്ടുകൾ റിലീസ് ചെയ്യാത്ത കുറച്ച് പാട്ടുകൾ എന്നെ കേൾപ്പിച്ചു. അപ്പൊ കറക്റ്റ് നമ്മുടെ ഒരു ആ പഴയ റെട്രോ ഫീൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പാട്ടുകളും ഭയങ്കര സിമ്പിളായിട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈസി ആയിട്ട് എല്ലാം അങ്ങനെ. ഈ വിനീത് ശ്രീനിവാസൻ കേൾക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്താ ശരിക്കും? അല്ല, അന്ന് പറഞ്ഞ എന്തായിരുന്നു ഫസ്റ്റ് തോട്ട്? കാരണം അല്ല, ഒരു ട്രാവൽ ഉണ്ടല്ലോ ഈ പറഞ്ഞ ഒരു 10-12 വർഷത്തെ. എനിക്ക് ഇപ്പം എന്തും ഓപ്പൺ ആയിട്ട് സിനിമ അല്ലാതെ എനിക്കൊരു ഒരു ഭയങ്കര ഒരു ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ഫേസ് ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് ശരി വിനീതിനെ വിളിച്ചാലും വിനീതിനെ ഒരു വൺ ഓഫ് ദി ഫ്രണ്ട്സ് വിനീതായിരിക്കും. എടാ എന്താടാന്ന് ഒരു ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോഴേ അതിലൊരു എനർജി കിട്ടും. പിന്നെ എന്തെങ്കിലും സിനിമ ടോപ്പിക് വരുമ്പോൾ എന്റെ മൂഡ് മാറും. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് വിനീതിനെ വിളിക്കുമ്പോൾ ആ ഒരു എനർജി കിട്ടാറുണ്ട്. പിന്നെ എപ്പോഴും പോസിറ്റീവാണ്. അത് ഭയങ്കര ഒരു പോസിറ്റീവ് സ്പ്രെഡ് എപ്പോഴും നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. സോ എനിക്ക് ബേസിക്കലി ഒരു പോസിറ്റീവ് സാധനം കിട്ടണമെങ്കിൽ ഫസ്റ്റ് വിനീതിനെ വിളിക്കും. ശരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് ഹൃദയത്തിന്റെ റിലീസിന്റെ തലേദിവസം, ലവ് ആക്ഷൻ ഡ്രാമയുടെ തലേദിവസം, അല്ലെങ്കിൽ തിയേറ്ററിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തലേദിവസം? റിലീസിന്റെ ടെൻഷൻ ആണെങ്കിൽ ആക്ച്വലി നമ്മൾ ഹൃദയത്തിന്റെ, കാരണം വേറൊന്നല്ല, നമ്മള് അറിയത്തില്ല നമ്മൾ റിലീസ് ചെയ്യണോ വേണ്ടേന്ന് ഒരു ടെൻഷൻ ഉണ്ട്. കാരണം പെട്ടെന്നൊരു
നമ്മളെല്ലാം പ്ലാൻ ചെയ്തു, ഓവർസീസിന്റെ കോണ്ടന്റ് എല്ലാം പോയി തിയേറ്ററിന്റെ സമയത്ത് അന്നൊരു 50% ഒക്യുപ്പൻസി ആയിരുന്നു. എന്നിട്ടും നമ്മൾ തീരുമാനം എടുത്തു റിലീസ് ചെയ്യാന്ന്. പെട്ടെന്ന് ഒരു 6:30 മണി 7 മണിക്ക് എല്ലാം കൊടുത്തപ്പം ഒരു സൺഡേ ലോക്ക്ഡൌൺ വരുന്നത്. എന്നിട്ട് ഇതേപോലെ വേറെ കുറെ അപ്പൊ സൺഡേ ലോക്ക്ഡൌൺ ആയിട്ട് പോലും ഞങ്ങൾ ഒരു കോളിലാണ് റിലീസ് ചെയ്യാന്ന് പറഞ്ഞത്. പിന്നെ അത് റിലീസ് ചെയ്തിട്ട് ഒരു 5 ജില്ലകൾ അടഞ്ഞു പോകുന്നത്. സോ ബേസിക്കലി ഞങ്ങള് ഹൃദയത്തിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് ആ ലോക്ക്ഡൌണും ഈ ബഹളവും എല്ലാം കഴിഞ്ഞിട്ടാണ്. ചെന്നൈയിൽ പോയപ്പോഴാണ് അയ്യോ ഈ തട്ടത്തിന്റെ സമയത്തും സംതിങ് എന്തോ തിയേറ്റർ സ്ട്രൈക്ക് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നില്ലേ ശരിക്കും? ഇല്ല, തട്ടത്തിന് ക്ലീൻ ആയിരുന്നു. ആനന്ദത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് തിയേറ്റർ സ്ട്രൈക്ക് കാരണം പുതിയ റിലീസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആനന്ദം 100 ഓടി ഓടിച്ചു. ഈ ശരിക്കും മലർവാടി വേറെ പടമില്ല. വേറൊരു പടം കൂടി അങ്ങനെ ഏതോ രണ്ട് മൂന്ന് സിനിമകൾ ഉണ്ടായിരുന്നു. മുമ്പായിരുന്നു. അത് ഒക്ടോബർ ഫസ്റ്റ് വീക്കിലായിരുന്നു പുലിമുരുകൻ. 21 നമ്മുടെ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും സ്ട്രൈക്ക് തുടങ്ങിയപ്പോ പുതിയ പടം ഒന്നും റിലീസ് ആവില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ആനന്ദം ഇങ്ങനെ പോയി. ഈ മലർവാടി ചെയ്യുന്ന സമയത്ത് അതിലെ പ്രണവ് മോഹൻലാലാണ് നായകൻ എന്ന റൂമേഴ്സ് ഭയങ്കര ശക്തമായിരുന്നില്ലേ? അയ്യോ എനിക്കറിയില്ല. മലർവാടി ചെയ്യുന്ന സമയത്ത് പ്രണവ് അതിനകത്ത് ഉണ്ടാവും പറഞ്ഞ ഭയങ്കര റൂമറുകൾ ഭയങ്കര ഉണ്ടായിരുന്നല്ലോ. ഓർമ്മയില്ല കേട്ടോ. ആണോ? ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. വിനീതയുടെ പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന്. എനിക്കറിയില്ല, പണ്ടത്തെ കാര്യമില്ല. ശരിക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം എന്നാണ് ഒരു ദുൽഖർ സിനിമ, എന്നാണ് ഒരു ലാലേട്ടൻ സിനിമ, എന്നാണ് ഒരു മമ്മൂക്ക സിനിമ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാ. കറക്റ്റ് സ്ക്രിപ്റ്റ് വരുമ്പോ ഞാൻ ഇവരുടെ അടുത്തൊക്കെ പോയി പിച്ച് ചെയ്യും. അവർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോ ഞങ്ങളൊരു റൂമർ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാം. ഞങ്ങളൊരു റൂമർ കേട്ടു ഇങ്ങനെ പ്രിയൻ സാർ ഡയറക്ട് ചെയ്യുന്ന വിനീതേട്ടൻ എഴുതുന്ന. ഇല്ല, അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ഒന്നിനും എതിരില്ല. എല്ലാം റെഡിയാണ്. എല്ലാം നടക്കട്ടെ എന്നുള്ളൊരു ആശംസയുണ്ട് ശരിക്കും. ഇപ്പൊ ഈ അന്ന് ഞാൻ ചോദിച്ചൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, വർഷങ്ങൾക്ക് ശേഷം എന്താണെന്നുള്ള സംഭവം പറഞ്ഞപ്പോ 80s ശ്രീനിവാസൻ സാറിന്റെയും ലാലേട്ടന്റെയും ലൈഫിൽ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ള മൊമെന്റ്സുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നുള്ള ഒരു കാര്യം. അല്ലല്ല, ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറയാറായിട്ടില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറയാറായിട്ടുണ്ടോ? അല്ല, ആ കാലഘട്ടത്തിന്റെ ഇൻസ്പിറേഷൻ ആണ്. 70s, ലേറ്റ് 70s, ഏർലി 70s, ഏർലി 80s. അതൊക്കെ ആ സമയത്തുള്ള ആൾക്കാരുടെ ഒക്കെ ലൈഫിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ പടത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ശ്രീ സാർ എന്താ പറഞ്ഞത്? കാരണം ഈ കോടമ്പക്ക് എന്ന് പറയുമ്പോൾ മലയാള സിനിമയുടെ ഏറ്റവും ഗോൾഡൻ പീരീഡിലേക്ക് കടക്കുന്നത് അവിടെ നിന്നാണ് ശരിക്കും. അപ്പോൾ ഏറ്റവും എന്താ പറയുക അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാള്, ഒരു മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ശ്രീനി സാറാ ഈ ഒരു കാലഘട്ടത്തിനെ പറ്റിയിട്ട്. ശരിക്കും ശ്രീ സാറിന് എന്താ പറഞ്ഞത് ശരിക്കും ഈ കഥനെ? ഞാനിത് കഥയായിട്ട് ആലോചിക്കുന്ന സമയത്ത് അച്ഛനോടൊന്നും ചോദിച്ചിട്ടില്ല. അതിന് മുമ്പേ ഒരുപാട് തവണ നമ്മുടെ അടുത്ത് പഴയ കോടമ്പാക്കം കഥകള് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുള്ള കുറേ കഥകളുണ്ട്. പിന്നെ അച്ഛൻ മാത്രമല്ല, ഇപ്പോൾ സ്റ്റേജ് ഷോസിന് പോകുന്ന സമയത്ത് ഒക്കെ ഇന്നസെന്റ് അങ്കിൾ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലൊരു ട്രിപ്പിന് പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ പണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പരാജയപ്പെട്ട സിനിമകളുടെ കഥകൾ. എനിക്ക് ബാനറിന്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ നീ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, നിന്റെ റിസർച്ച് എല്ലാം കറക്റ്റ്. എനിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ അതിന് അത്രയും കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇന്നസെന്റ് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. മുകേഷ് അങ്കിളിന്റെ പകുതി കഥ മുകേഷ് അങ്കിളിന്റെ കഥയാണ്. പക്ഷെ രസമുള്ള കുറേ ഇൻസിഡൻസ് ഇവരൊക്കെ പറഞ്ഞ് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേട്ട കഥകളും വേണുങ്ങള് നെടുമുടി വേണുങ്ങള് പറഞ്ഞു കേട്ടിട്ടുള്ള കഥ ഇതെല്ലാം ഉണ്ട്. ഇതിന്റെയൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ എടുത്തോന്നല്ല. അങ്ങനെ നമുക്ക് ഈ 70s നമ്മൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ 70s എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും. MGR പാട്ടുകൾ. അതെ.